ഹലോ, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടത്തി വരുന്ന മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അതും നമുക്ക് അവൈലബിളായ പ്രൈസിന് നമുക്ക് അവിടെ സാധനങ്ങൾ കിട്ടും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു വീടിനും ഒരു വ്യക്തിക്കും വേണ്ട എല്ലാ ഐറ്റംസുകളും വില കുറവിൽ ലഭിക്കുന്ന മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇവിടെ ഡ്രസ്സുകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, പച്ചക്കറികൾ, അങ്ങനെ പാത്രങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസുകളും കിട്ടും എന്നതാണ്. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള കച്ചവടക്കാർ കൊടുക്കുന്നത്. കാരണം ആർക്കും വാങ്ങിക്കാതെ തിരിച്ചു പോരേണ്ട അവസ്ഥയൊന്നും വരാറില്ല. ഇതിൽ കാണുന്ന പാത്രങ്ങൾക്കൊക്കെ 20 രൂപയൊക്കെയാണ് കേട്ടോ. ചില സാധനങ്ങൾക്ക് 20-ൽ കൂടുതലുണ്ട്. പിന്നെ പച്ചക്കറിക്ക് വെച്ചാലും ഇപ്പോൾ 1 കിലോന് 50 അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് കേട്ടോ. അര കിലോന് 20 രൂപ, 10 രൂപ. പിന്നെ ചീരയൊക്കെ ആകുമ്പോൾ 1 കെട്ടിന് 10 രൂപ. അതും വലിയ കെട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഉള്ള വിലക്കുറവാണ് കേട്ടോ ഉള്ളത്. ഇനി ഡ്രസ്സുകളുടെ കാര്യം എടുത്താലും അതെ, നമുക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും നമുക്ക് കിട്ടും. അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഡ്രസ്സുകളുണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചക്കയൊന്നും കിട്ടില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പിന്നെ ഒരു തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് ചക്കയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇവിടെ വെള്ളരിക്ക, കുമ്പളങ്ങ അങ്ങനത്തെ ഐറ്റംസുകളൊന്നും കിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ പച്ചക്കറികളും കിട്ടും കേട്ടോ. ഞങ്ങളെപ്പോഴും കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ട് വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നും മാർക്കറ്റിലേക്ക് പോവുക. പക്ഷേ വില കുറവ് കാണുമ്പോൾ തോനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാട്ടോ എന്നും വരിക. ഇനിയിപ്പോൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കണ പല ഫുഡും ഉണ്ട്. എനിക്ക് പലതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഞാനെന്തായാലും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു കരിമ്പിൻ ജ്യൂസ്, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.